ഹലോ ഗൈസ്. ഈ കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞില്ല, നമ്മൾ ഹിസ്റ്ററിക്കാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ സ്വന്തം കഴിവുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒറ്റയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് സ്വർണ്ണ ലിപികളാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. ജോസഫ് ചന്ദ്രശേഖർ വിജയ്, തളപതി വിജയ്. എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും, ഒരാഴ്ച മുന്നേ ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല വിജയ് തമിഴ്നാട് CM ആവുന്നില്ലത്. നമ്മളെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വിജയ്ക്ക് ഒരു വോട്ട് കിട്ടും. വിജയ് എന്തായാലും ജയിക്കുന്നില്ല, ഏകദേശം മിക്കവാറും നമുക്ക് ഉറപ്പായിരുന്നു വിജയ് എന്തായാലും ജയിക്കുന്നില്ല. കാരണം അത് സ്റ്റാർട്ടാണ് പുള്ളിക്ക് തമിഴ്നാട്ടിലുള്ളത്. പക്ഷേ വിജയ് കൂടാണ്ട് വിജയ് ജയിക്കുന്നത് മാത്രമല്ല, വിജയ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഭൂരിഭാഗം ജയിച്ചിട്ട് CM ആവുന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഒരാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. മലയാള മീഡിയാസും ന്യൂസെല്ലും വിജയനെ തൂക്കുന്നുണ്ടായിന്. എന്തിനാന്ന് ഇയാൾക്ക് സിനിമ തന്നെ പോയി ജീവിച്ചാൽ പോരെ, സിനിമയിൽ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടല്ല, എന്തിനാണ് ഇയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്, ഇയാൾക്ക് പ്രാന്താണ്, ഒരു കാരണവശാൽ തമിഴ് രാഷ്ട്രീയത്തിൽ ജയിക്കാൻ പറ്റൂല. മീഡിയാസിലെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ വിജയ് ഫാൻസിന്റെ എല്ലാവരും തൊലി ഉരിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു വിജയ് ഫാനാവും. അപ്പൊ നമ്മളെന്നെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ അണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് വരണ്ടായിരുന്നു, നമുക്ക് അണ്ണ സിനിമകളൊക്കെ കണ്ട് സിനിമയിൽ തന്നെ മതിയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് വിജയിക്കുന്നില്ല കാര്യമൊന്നും സ്വപ്നത്തെ പോലും വിചാരിക്കുന്നില്ല. ഒരാള് 2 വർഷം മുന്നേ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ 2 വർഷത്തിനപ്പുറം ഒരു തമിഴ്നാടിന്റെ ഒരു അടുത്ത കാലത്തുണ്ടായ ഒരു മെയിൻ ഇലക്ഷൻ വരുന്ന സമയത്ത് അതിൽ മത്സരിക്കും, എന്നിട്ട് തമിഴ്നാടിന്റെ CM ആവുന്നു. ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സ്വപ്നത്തിൽ പോയി കാണാൻ പറ്റുന്നത് ഒരു തമിഴ് സിനിമ കണ്ട ഫീലാന്ന് കിട്ടും. കാരണം എങ്ങനെയാണെന്നൊരു വിജയ് സിനിമ ഉണ്ടാവില്ല, ആ സെയിം ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഈ ഒരു 1-2 ആഴ്ചയായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാണുന്നു. പക്ഷെ വിജയ് 2 കൊല്ലത്തെ ഹോംവർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു 2 വർഷം കൊണ്ട് മാത്രമാണ് വിജയ് പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ ഇങ്ങനൊരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ വിജയിന്റെ ഒരു കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ, സിനിമ കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വിജയ് ആ കാലഘട്ടത്തിലത്തെ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് ആ ടൈപ്പ് സിനിമകളാണ് വിജയ് ആ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം കുറച്ച് പണ്ട് വിജയ് വന്ന സമയത്ത് വിജയന്റെ അച്ഛൻ ഡയറക്ടറായിരുന്നു. പുള്ളിക്കാരൻ്റെ അന്ന് വിജയനെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യത്തെ പല സിനിമകളും 8 നില പൊട്ടി. ആ സമയത്താണ് അവിടെ ന്യൂസിൽ വന്നിട്ടുണ്ടായത്, ഇന്ത മൂഞ്ചി ഇപ്പൊ കാണണമെങ്കിൽ ആരെങ്കിലും ടിക്കറ്റ് എടുക്കുമെന്നില്ലത്. അങ്ങനെ പല സ്റ്റോറികളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വിജയ്ക്ക് ബ്രേക്ക് ത്രൂ കിട്ടുന്നത് ഒരു 5-ാമത്തെ 6-ാമത്തെ കുറച്ച് സിനിമകൾ ശേഷമാവും. അങ്ങനെ തുടക്കത്തിൽ ഫുള്ള് കുറച്ച് റൊമാൻറ്റിക്സ് ലവ് സ്റ്റോറീസിലാണ് വിജയ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ വിജയ്ക്ക് ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു ടൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും പല ഹിറ്റ് റൊമാൻറ്റിക് സിനിമ, അനിയത്തിപ്രാവ് അതിൽ വരുന്ന സമയത്ത് അതെല്ലാം വിജയ് അവിടെ റീമേക്ക് ചെയ്തിട്ട് അവിടെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലവ് സ്റ്റോറീസ് എന്നെല്ലാം ഒരു ട്രാക്ക് മാറി ആ ഒരു 2000-ന് ശേഷമാണ് വിജയ് കുറച്ചും കൂടി ഒരു മെച്യൂറായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമകളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ട് തുടങ്ങിയത്. ഭഗവതി, തിരുമലൈ ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ അടുപ്പിച്ചിറങ്ങിയ സമയത്ത് അതൊക്കെ വൻ വിജയം കൈവരിച്ചു. അതിനുശേഷം തന്നെ വിജയ് കുറച്ചു നാളത്തേക്ക് ഇനി ആക്ഷൻ സിനിമകളിൽ ഫോക്കസ് ആയിരുന്നു. പക്ക ആക്ഷൻ സിനിമകളിൽ ഫോക്കസ് ചെയ്തിരുന്ന വിജയ് ആ സമയത്താണ് വിജയ്ക്ക് കരിയർ ബ്രേക്ക് ത്രൂ ആയിട്ട് പോക്കിരി കിട്ടുന്നത്. പോക്കിരിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, അത് ഏത് ലെവൽ ഹിറ്റ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബേസ് സിനിമയായിരുന്നു പോക്കിരി. അന്ന് തൊട്ട് തന്നെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയമാവും. വിജയിന്റെ പടം ഫെസ്റ്റിവൽ ഉണ്ടോ, വിജയ് പടം ഉണ്ടാവും. ഒരു വിജയ് പടം എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവലിനെ ആഘോഷിക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും പടത്തിലുണ്ടാവും. പിന്നെ അതിനുശേഷം 2009-2010 കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് വിജയ് പിന്നെ ഫോക്കസ് ചെയ്യുന്നത് ആൾക്കാരെ രക്ഷിക്കുന്ന ടൈപ്പ് സിനിമകളിലൊക്കെ. കുരുവി, വേട്ടക്കാരൻ, വേലായുധം അങ്ങനത്തെ ആ ഒരു സെയിം ടെംപ്ലേറ്റ് പിടിക്കാൻ തുടങ്ങി വിജയ്. ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്ന വിജയ് അടുത്തേക്ക് എത്തിപ്പെടുന്നത്, ആ നാട്ടിൽ ആ പ്രശ്നം സോൾവ് ആക്കുന്നത്, ആ വിജയിന്റെ പ്രശ്നമായി മാറുന്നത്, ആ പ്രശ്നം സോൾവ് ആക്കുന്നത്, അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് പിടിക്കാൻ തുടങ്ങി വിജയ്. ഇതിൽ പല പടങ്ങളും സാമ്പത്തികമായിട്ടൊന്നും ഭയങ്കര വിജയം നേടിയിട്ടില്ലെങ്കിലും വിജയ് എന്ന് പറയുന്ന ഒരു നടന് ആൾക്കാർക്കിടയിൽ ഒരു ഇഷ്ടം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ 2012-ലാണ് വിജയ്ക്ക് അതുവരെ ചെയ്തു വന്ന ഒരു സിനിമ ടെംപ്ലേറ്റ് മാറ്റിയിട്ട് തുപ്പാക്കിയായിരുന്നു. അന്ന് 2012 എല്ലാവരും മനസ്സിലാക്കി എന്താന്ന് വിജയിന്റെ യഥാർത്ഥ സിനിമയത്തെ സ്റ്റാർഡം എന്നുള്ളത്. അതുവരെ കണ്ട എല്ലാ റെക്കോർഡും മാറ്റിയിട്ട്, കാരണം അതുവരെ വിജയ്ക്ക് ഉണ്ടായത് കുറച്ചെല്ലാം ഒരു പടങ്ങളൊക്കെ കുറച്ച് പൊട്ടി നിൽക്കുന്ന സമയത്തും ഒറ്റൊരു നല്ല സിനിമ കൊണ്ട് തന്നെ വിജയിന്റെ ആ ഒരു കരിയർ മാറി അവിടും തൊട്ട് അങ്ങോട്ടേക്ക്. അത് തമിഴ് സിനിമ മാത്രമല്ല, കേരള സിനിമ വരെ, മലയാള സിനിമ വരെ മനസ്സിലാക്കി എന്താന്ന് വിജയന്റെ പവർ എന്നുള്ളത്. അതിനുശേഷമാണ് തലൈവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. എൻ്റെ ഓർമ്മ വെച്ചിട്ട് അന്ന് തൊട്ടാണ് വിജയ സിനിമകൾക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. പിന്നെ ആ സമയത്ത് തന്നെയാണ് വിജയന്റെ ഒരു പൊളിറ്റിക്കൽ എൻട്രിനെ കുറിച്ചിട്ടുള്ള ടോക്സ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ആ സിനിമ ഇറങ്ങുമ്പോണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമക്ക് ഉണ്ടായ ഒരു ടാഗ്ലിനായിരുന്നു തലൈവ ടൈം ടു ലീഡ് എന്ന് പറഞ്ഞിട്ട്. അത് ജയലളിതയായിട്ട് എന്തോ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി ആ സമയത്ത്. ആ സിനിമ കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം, മിനിമം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആ സിനിമ തമിഴ്നാട്ടിൽ റിലീസാവുന്നത്. അതിന് ശേഷമാണ് ജില്ല എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നത്. എനിക്കൊന്ന് അന്ന് തൊട്ടാണ് കേരളത്തിൽ ഇത്ര ഏർലി മോർണിംഗിൽ ഷോസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കാരണം ജില്ല ഇറങ്ങുന്ന ദിവസം അന്നൊരു ഹർത്താലിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം +2 പഠിക്കുന്ന സമയത്താണ് അന്ന് ഹർത്താലിട്ടുണ്ടെന്ന് തോന്നുന്നത്. ആ സമയത്ത് ഇപ്പം എനിക്കൊന്ന് പൊലച്ചക്ക് ഒരു 2 മണിക്കാരാണ് തൃശ്ശൂരിൽ ആൾക്കാരെ തിയേറ്ററിൽ എത്തി ഇതൊക്കെ വല്ല ന്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ണൂർ ഏകദേശം ഷോ ഉണ്ടായത് പൊലച്ചക്ക് ഒരു 5:30 അപ്പോൾ ഒരു 4 മണി തൊട്ട് തിയേറ്ററിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അമ്മാതിരി ക്രേസ് ആയിരുന്നു. പിന്നെ ആ സിനിമയ്ക്ക് ഒരു മോഹൻലാലും ഉണ്ട്, ലാലേട്ടനുണ്ട്, വിജയുണ്ട്, രണ്ടാളും കൂടി വരുന്ന പറയുമ്പോൾ ഒരു ഹൈപ്പ് കൂടുതൽ ഉണ്ടായിരുന്നു ആ പടത്തിൽ. പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാ വിജയ് സിനിമക്കും ഈ പൊലച്ചക്ക് ഒരു 6 മണി ഇത്ര ഏർലി മോർണിംഗ് ഷോ എന്നുള്ളത് ഒരു പതിവായി. ആ തുപ്പാക്കിക്ക് ശേഷം പിന്നെ ഈ തലൈവ, ജില്ല, ഇതിന് ശേഷം പിന്നെയും വിജയ് ആ ഒരു പഴയ ഒരു ഓൾഡ് ടെംപ്ലേറ്റിലേക്ക് തന്നെ പോലെ. അപ്പൊ ആ സമയത്താണ് ഈ രക്ഷകൻ എന്നുള്ള ടൈറ്റില് വിജയിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ആലോചിക്കുന്ന സമയത്തില്ലേ, അന്നുള്ള ഈ രക്ഷകൻ എന്ന് മുദ്രയാർത്തപ്പെട്ടിരുന്ന സമയത്തിലും അതൊന്നും നമുക്ക് ആ സമയത്ത് ആലോചിക്കുമ്പോൾ ഒരു നാണക്കേട് പോലെ ആയിരുന്നെങ്കിലും വിജയ് സെയിം ടൈപ്പ് ക്യാരക്ടേഴ്സ് എടുക്കുന്ന ആൾക്കാർ പറയുന്നത് നമുക്കൊന്നും പറയാനില്ലേ. പക്ഷെ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു മാസ്റ്റർ പ്ലാന്റെ പാർട്ടായിരുന്നോ എന്ന് തോന്നേണ്ടി വരും. കാരണം ആ സമയത്ത് വിജയ് പല സിനിമകളിലേക്കൂടി, മെർസൽ എന്ന് പറയുന്ന സിനിമയിലേക്കൂടെയും പല ഡയലോഗുകളിലും. അപ്പൊ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തിനാണ് സിനിമയിൽ ഇങ്ങനെ, പണ്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആ സിനിമയിൽ കാണുമ്പോൾ ഒരു സിനിമയിൽ ഇത്രക്കെല്ലാം പൊളിറ്റിക്സ് പറയേണ്ട ആവശ്യം എന്താണ്. ഒരു സിനിമ ആ ഒരു മെർസൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലൈമാക്സ് കുറച്ച് ബോറായിരുന്നു. ആ പൊളിറ്റിക്സിന്റെ ഡയലോഗെല്ലാം പറയുന്നതിലും ആ BJP ക്കെതിരെ പറയുന്നതിലും അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ആ സമയത്ത്. പക്ഷെ ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന സമയത്തില്ലേ, ഇറ്റ് മേക്ക് സെൻസ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വിജയ് ഇന്ന് ഒരു നമ്മളെ മനസ്സിലേക്ക്, അതായത് തമിഴ് ഓഡിയൻസിന്റെ മനസ്സിലേക്ക് വിജയ് അവിടെ ഒരു ഇംപ്ലാന്റ് ചെയ്യായിരുന്നു. വിജയ് പൊളിറ്റീഷ്യനായി വന്നാൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ സംഭവിക്കാൻ വിടൂല എന്നുള്ളത് അന്നേ വിജയ് ഇംപ്ലാന്റ് ചെയ്യായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത് ആലോചിക്കുന്ന സമയത്ത്. അതിനുശേഷം ബിഗിലിറങ്ങി. ആ പടം ഒട്ടും വർക്കായിട്ടില്ല. പക്ഷെ ആ പടത്തിലത്തെ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് ആ ഒരു ഡയലോഗ്, കപ്പ് മുഖ്യം ബിഗിലെ, അത് കുറെ ട്രോളായിട്ടും എല്ലായിട്ടും, പക്ഷെ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു സംതിങ്. പക്ഷെ അതിനുശേഷം പിന്നെ ഗോട്ട് പടമൊക്കെ 8 നിലയിൽ പൊട്ടി, ഒരു വകുക്കൊള്ളാത്ത പടമായിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് അതിലൊക്കെ ഇപ്പൊ നമ്മൾ ട്രോളിലും കാണുന്നില്ലേ, ആ കാറിന്റെ ഒരു നമ്പർ അന്നേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, CM 2026 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ വിജയ് പണ്ട് തൊട്ടേ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു അടിപൊളി മഴ പെയ്യുന്നുണ്ട്, എത്രത്തോളം സൗണ്ട് എനിക്ക് കേൾക്കുന്നു പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിജയ് സത്യം പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ആവുന്നില്ല, CM ആയിട്ട് തമിഴ്നാട് ഭരിക്കുന്നില്ല എന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ശരിക്കും എനിക്ക് തമിഴ്നാട്ടിൽ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സിനോട് ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചു, ഇവിടെ എന്തുണ്ട് ചാൻസ്, വിജയ് ജയിക്കാൻ ചാൻസ് ഉണ്ടാ? കാരണം നമുക്ക് മനസ്സിൽ വിജയ് ജയിക്കണമെന്നല്ല. പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട്, എടാ ഇക്കൊല്ലം വിജയ് ADMK കുറച്ച് ലോ ആണ്, അവിടെ പക്ഷെ DMK അടിക്കാൻ പറ്റുന്ന ചാൻസ് കുറച്ച് കുറവാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും പ്രതിപക്ഷം കിട്ടും വിജയ്ക്ക്, ജയിക്കാനായിട്ടില്ലെങ്കിൽ പ്രതിപക്ഷം കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പൊ അത്യാവശ്യം മോശമില്ലാത്ത പ്രതിപക്ഷമാണെങ്കിൽ 2030 ഇലക്ഷന്റെ സമയത്ത് വിജയ്ക്ക് ചിലപ്പം ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് തമിഴ്നാട്ടിലത്തെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത്. അവര് പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല വിജയ്ക്ക് ഇത്ര വലിയൊരു വിജയത്തോടാണ് വിജയിക്കാൻ പറ്റുന്നില്ല. അത് കാര്യം പറഞ്ഞെങ്കിൽ വിജയ് ഇപ്പം പല ചെറിയ പാർട്ടികളുടെയും സപ്പോർട്ട്, കോൺഗ്രസ് അങ്ങനെ സപ്പോർട്ടിലാണ് വിജയ് ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയിട്ടില്ലെങ്കിൽ കൂടി. പക്ഷെ വിജയ് ഈ പാർട്ടീനെ, TVK എന്ന് പറയുന്ന ഒരു പാർട്ടീനെ ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഹി ഡിസേർവ്സ് എ ഹാറ്റ്സ് ഓഫ്. വിജയ് ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുന്നേ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് സൂപ്പർ സ്റ്റാർ ആണ് രജനീകാന്ത്. അതുപോലെ ഈ സൂപ്പർ സ്റ്റാർഡം ലെവലിലേക്ക് എത്തിയിട്ടെങ്കിലും കിഡിൽ ആക്ടർ, അത്ര പോപ്പുലാരിറ്റിയിലാണ് കമൽഹാസൻ. ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഇവർക്കൊന്നും ഇങ്ങനത്തെ ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ആ സമയത്താണ് നമ്മൾ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് വർക്ക്സിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടത്. ഈ 2 വർഷം മുന്നേ പാർട്ടി ഉണ്ടാക്കിയെന്ന് പറയുന്നെങ്കിലും ഇതിന് മുന്നേ ഉണ്ടായ ഒരു ചെറിയ ലോക്കൽ ഇലക്ഷന്റെ സമയത്ത് വിജയ് പല സീറ്റുകളിലേക്കും വിജയിന്റെ ആ ഒരു വിജയ് മക്കൾ ഏക്കം എന്ന് പറയുന്ന ഫാൻസ് ഗ്രൂപ്പിന്റെ പല ആൾക്കാരെയും വിജയ് നേരത്തെ മത്സരിപ്പിച്ചിട്ടുണ്ട്, അവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ലോക്കൽ നാട്ടിനുള്ളിൽ വിജയ്ക്ക് ആ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിജയ്ക്ക് അന്നേ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പല പടങ്ങളിലെ കൂടി രക്ഷകൻ എന്നില്ല ഒരു റോള് എല്ലാം അവിടെ നോർമൽ ഓഡിയൻസിന്റെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തി. എല്ലാവർക്കും മനസ്സിലുണ്ട് ഇപ്പം ഓക്കെ വിജയ് വന്നാൽ നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി വിജയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് വിജയ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവിടെ ചെയ്ത ബ്രില്യൻ വർക്കായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇതൊക്കെ ചെയ്തു, വിജയിച്ചു. അങ്ങനെ വിജയ് മുഖ്യമന്ത്രിയായി.
അതിന് ശേഷമില്ല ആ ഒരു ഇന്ന് 2 ദിവസം മുന്നേ ആ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഒരു റോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ. ഇത് അടുത്ത കാലത്തൊന്നും ഒരു വിജയ് സിനിമ കണ്ടിട്ട് പോലും എനിക്ക് ഇത്ര ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായില്ല. രാവിലെ 10 മണിക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 9 തൊട്ട് തന്നെ ന്യൂസിന് മുന്നിലുണ്ടായത്. ഒന്നും പറയാനില്ല, കിട്ടില്ല. പിന്നെ ഇന്നലെ ആ ഒരു വിജയന്റെ ഒരു CM ആയതിനു ശേഷമില്ല ഒരു സ്പീച്ച് കേൾക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ CM ആയതിനു ശേഷം ഒരു സ്പീച്ചിൽ വിജയ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഓക്കെ സ്വന്തം പാർട്ടിക്കാരോടായാലും ഇപ്പം അധികാരം കിട്ടി, നമ്മൾ ജയിച്ചു, ഇനിയൊരു കളി കളിച്ച് നോക്കാം, പൈസ ഉണ്ടാക്കാം, കുറച്ച് 5 കൊല്ലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, സ്വന്തം പാർട്ടിക്കാരാന്നൊരു മുഖം പോലും നോക്കാണ്ട് വിജയ് നടപടി എടുക്കുന്നില്ലേ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് വിജയ്ക്ക് ആ ഒരു നാട്ടില്, തമിഴ്നാട്ടില് ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുത്താൻ, ഒരു സ്വന്തം വീട്ടിലത്തെ ഒരാളെ പോലെ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വിജയ്ക്ക് വരില്ല മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ ഡയലോഗ് അടിയിലൊക്കെ, പക്ഷെ എത്രത്തോളം ഇതിനി പ്രവർത്തിക്കാൻ പറ്റുന്നില്ലത് കണ്ടന്റ് അറിയേണ്ടി വരും. പക്ഷെ ഇത്രയൊക്കെ വിജയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം വിജയ് ചെയ്യും, എങ്ങനത്തെ ഒരു വിശ്വാസം നമുക്കുണ്ട്. തമിഴ് ഓഡിയൻസിന് എന്തായാലും ഉണ്ടാവും. ഇന്നിപ്പോ രാവിലെ വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയില്ലേ 717 ടാസ്മാക്കുകൾ, അതായത് സ്കൂളിന്, കോളേജ്, ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള ടാസ്മാക്കുകളെല്ലാം 2 ആഴ്ചക്കുള്ളിൽ പൂട്ടണം എന്നുള്ളൊരു റൂള് വിജയ് പറഞ്ഞിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വളരെ നല്ലൊരു തുടക്കമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇനിയുള്ള 5 വർഷം വിജയ് എങ്ങനെ ഭരിക്കുന്നില്ല നമുക്ക് നോക്കി കാണാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.